أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه وأتباعه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر وزدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. اللهم صل وسلم وبارك عليه. ബഹുമാന്യരായ ഉസ്താദ് അവറുകളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ പരിശ്രമത്തെ കബൂലാക്കട്ടെ. നമ്മുടെ ഈ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ നാളുകളായി നടത്തി വരുന്ന ഖുർആൻ ക്ലാസ് പരിശുദ്ധമായ റമദാൻ ലീവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ നിർത്തിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കതിന് സാധിച്ചില്ല. ഇപ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് അതിനൊരു തുടർച്ചയെന്നോണം കുറച്ച് കാര്യങ്ങളെങ്കിലും ബർക്കത്തിനായിട്ട് പറയാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വളരെ വൈകിയ വേളയിലെങ്കിലും ക്ഷീണിതനെങ്കിലും അതിനുവേണ്ടി മുതിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെയൊക്കെ ഇൽമിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനിന്റെ കലാമ് പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ഈമാൻ ശക്തിപ്പെടുവാനും അമലുകളിൽ ഊർജ്ജസ്വലത ഉണ്ടാകാനും സബബായി തീരും, കാരണമായി തീരും. ഒരാഴ്ചയിൽ എന്തെങ്കിലും ഈമാനിയായ കലാമ് സംസാരിച്ചില്ലെങ്കിൽ, വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ആ ആഴ്ചത്തെ നമ്മുടെ അമലുകളെ അത് സാരമായിട്ട് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു നമ്മൾക്ക് അകത്ത് തന്നിരിക്കുന്ന ഈമാൻ എന്ന വെളിച്ചത്തിനെ വളർത്തിയെടുക്കുവാൻ വേറെ ഒരു കെമിക്കൽ സംവിധാനവും ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനെ വളർത്തിയെടുക്കാൻ വേറെ ഒരു സെറ്റപ്പുകളും നമ്മുടെ മുന്നിലില്ല. ഈമാനെ വളർത്തിയെടുക്കാൻ വേണ്ടി അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഫദക്കിർ ഫഇന്ന സിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ്. നിങ്ങൾ ഈമാനികമായ ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക, അത് ഈമാൻ ഉള്ളവർക്ക് പ്രയോജനം ചെയ്യും. ഇപ്പൊ ഞാനിത് സംസാരിക്കുമ്പോൾ എന്റെ സംസാരം കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, എന്റെ സംസാരം മനസ്സിലാക്കി ക്ഷമയോടെ കേട്ടിരിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിൽ അല്പമെങ്കിലും വെളിച്ചം വേണം. ഞാൻ സംസാരിക്കുന്ന എന്റെ സംസാരം ഈമാനുള്ള ഒരു ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈമാനുള്ള ഹൃദയങ്ങളിൽ അത് ഫലപ്പെടുക തന്നെ ചെയ്യും. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യമാണ് അത് ഹൃദയത്തിന് ഫലം ചെയ്യും, ഈമാനുള്ള ഹൃദയത്തിന് ഫലം ചെയ്യും. അല്ലാഹു നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഈമാനുള്ളതാക്കി തരുമാറാകട്ടെ. എല്ലാ ആഴ്ചകളിലും നമ്മുടെ നാടുകളിൽ ജുമാഅയുടെ നമസ്കാരത്തിനായിട്ട് പള്ളിയിൽ പോകുന്ന പുരുഷന്മാര്, അവര് പള്ളിയിൽ ഉസ്താദ് കുറച്ച് ഈമാനിയായ വർത്തമാനങ്ങൾ പറയുമ്പോൾ അവർ പവർഫുൾ ആവും. അടുത്തൊരാഴ്ച വരെ അവര് ഈമാനിയായ ജീവിതം നയിക്കാൻ അത് സഹായകരമാകും. എന്നാൽ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപൂർവ ചില സ്ത്രീജനങ്ങൾക്കാണ് നാടുകളിൽ അവരുടെയൊക്കെ മഹല്ലുകളിൽ ഇത്തരത്തിലുള്ള ഖുർആനിന്റെ ദിക്റിന്റെ മജ്‌ലിസുകളൊക്കെ കിട്ടുന്നത്.
അൽഹംദുലില്ലാ നമ്മുടെ മനാനി അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കം മുതൽ മജ്‌ലിസിൽ ഉണ്ടെങ്കിലും ഖുർആൻ ക്ലാസ് ആയിട്ട് ഈമാന്റെ സംസാരങ്ങൾ സജീവമായിട്ട് നടക്കുന്നത് ഈ അടുത്ത കുറച്ച് കാലമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ആഴ്ചത്തെ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് നമ്മൾ പറഞ്ഞും കേട്ടും പഠിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ചില ഭാഗങ്ങൾ കഴിഞ്ഞ നമ്മുടെ ഇഫ്താർ സംഗമ മജ്‌ലിസിൽ വെച്ച് അതിന്റെ ഒരു സമാപനം കുറിച്ചുവെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഒരു അനുബന്ധം എന്നോണം, അതിന്റെ പൂർത്തീകരണം, തത്തിമത്ത് എന്നോണം എന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പറയുവാനും അതൊക്കെ കാര്യഗൗരവമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി എടുക്കുവാനും ഒരു ഖുർആനിക ജീവിതം സാധ്യമാക്കാനും അല്ലാഹു നമുക്ക് എല്ലാം സൗഭാഗ്യം നൽകട്ടെ. ഈ മജ്‌ലിസിനെ അത്തരത്തിൽ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ചില ആയത്തുകൾ അതിങ്ങനെയാണ്: ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, ജന്നത്തുൽ ഫിർദൗസ് അവർക്ക് ഒരു സൽക്കാരമായിട്ട് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് പരലോകത്ത്. തന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് കാത്തു വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഹദീസിൽ കാണാം, ഹദീസിൽ കാണാം, അഅദത്തു ലിഇബാദിയസ് സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ ബിബാലി ബശർ. ഇതാണ് എന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട അടിയാറുകൾക്ക് വേണ്ടി ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യ ഹൃദയത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത എത്ര സമഗ്രവും സമ്പൂർണമായി. നമുക്കറിയാം, വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും അവരവരെ ഉമ്മാന്റെ അടുക്കലേക്ക് പോകും. അപ്പോ പ്രിയപ്പെട്ട മോന് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മ, പ്രിയപ്പെട്ട മോള് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മ എന്തെല്ലാമാണ് മോക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്. കുറെ നാള് കാണാതിരുന്നിട്ട് കാണുമ്പോ തന്റെ പ്രിയപ്പെട്ട മോക്കും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ തന്റെ പ്രിയതമ ഭർത്താവ് കുറെ വർഷം ഗൾഫിൽ നിന്നിട്ട് വരുമ്പോ, അല്ലെങ്കിൽ കുറെ ദൂരെ യാത്ര പോയിട്ട് വരുമ്പോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറെ സംഘടിപ്പിച്ച് കാത്തിരിക്കും പോലെ ഉടയ തമ്പുരാൻ തന്റെ അടിയാറുകൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയെന്നറിയാമോ? മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ ബിബാലി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും നാളിതുവരെ വന്നിട്ടില്ലാത്ത, സങ്കല്പിച്ചിട്ടില്ലാത്തത്ര അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് അതിനെ ഗണിച്ചെടുക്കാൻ കഴിയുക? ഒരാൾക്ക് കഴിയില്ല. അത് കഴിയാത്തത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാളിതുവരെ. കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര സമ്പൂർണമാണത്. ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ അതിനെ സങ്കല്പിച്ചെടുക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങളുടെ പരകോടികൾ തയ്യാറാക്കി കാത്തിരിക്കുന്നതിന്റെ ഉടയ തമ്പുരാൻ അതെ തന്റെ അടിയാറുകൾക്ക് വേണ്ടി ഫിർദൗസിനെ ഒരു വിരുന്ന് സൽക്കാരമാക്കി സംവിധാനിച്ച് കാത്തിരിക്കുക. അല്ലാഹു നമുക്കത് നൽകട്ടെ. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഫിർദൗസ്. അതിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ്. അതിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ഫിർദൗസിനെയാണ് ചോദിക്കാനുള്ളത്. സുർറത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പൊക്കിള് പോലെയാണത്. സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ടാണത്. നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ചോദിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരുപാട് അഭിപ്രായങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ അന്നത്തെ മജ്‌ലിസിൽ സൂചിപ്പിച്ചിരുന്നു. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ റബ്ബത്തുൽ ജന്ന വഔസതുഹാ വഅലാഹാ വഅഫ്ളലുഹാ വഅർഫുഹാ, ഏറ്റവും ഉയർന്ന ഭാഗമാണ്. ഏറ്റവും ഉയർന്ന ഭാഗമാകുന്ന ഫിർദൗസ് ആർക്കെന്നറിയാമോ വെച്ചിരിക്കുന്നത്? അത് അൽ ആമിറുന ബിൽ മഅറൂഫി വന്നാഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്തവർക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നാണ് സ്വർഗീയമായ നദികളെല്ലാം ഒഴുകുന്നത്. സ്വർഗത്തിൽ 100 ദറജയുണ്ട്. ഈ സ്വർഗത്തിൽ പോകുന്ന എല്ലാവരും ഒരേ സ്വർഗത്തിലല്ല പോകുന്നത്. അവിടെയോ 100
ദറജകൾ, 100 സ്റ്റെപ്പുകൾ, 100 കാറ്റഗറികൾ സ്വർഗ്ഗത്തിലുണ്ട്. ഓരോ കാറ്റഗറിക്കിടയിലും, ഓരോ പദവികൾക്കിടയിലും, ആകാശഭൂമികൾക്കിടയിലുള്ള അത്രത്തോളം വലിപ്പമുണ്ട്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കുമ്പോൾ, സ്വർഗ്ഗം ചോദിക്കുമ്പോഴേക്കും ഫിർദൗസിനെ ചോദിക്കണേ. സ്വർഗ്ഗത്തിന്റെ മധ്യമത, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം അതാ. റബ്ബിന്റെ അർശ് ഇരിക്കുന്നത് ഫിർദൗസിന്റെ നേരെ മുകളിലാണ്. അവിടെ നിന്നാണ് സ്വർഗീയമായ നദികളൊക്കെ ഒഴുകി വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു ആ സ്വർഗീയമായ ഫിർദൗസിൽ തന്നെ കടക്കാൻ നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹ്. എന്താ പറഞ്ഞത്? ഖാലിദീന ഫീഹാ. ഫിർദൗസിൽ കടന്നാൽ പിന്നെ അവർ ശാശ്വതരായിരിക്കും അതിനകത്ത്. ലാ യബ്ഗൂന അൻഹാ ഇബലാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കില്ല. അതാണ് സ്വർഗത്തിൽ കടന്നാൽ പ്രത്യേകത. സ്വർഗത്തിൽ കടന്നാൽ പിന്നെ അള്ളാഹ് ആരെയും പുറത്താക്കുകയില്ല. ആദ്യം ഒന്ന് ഇത്തിരിയൊക്കെ കുറ്റങ്ങൾ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാതെ എന്തെങ്കിലും കുറ്റങ്ങളുമായിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വന്നാൽ അതിനെ ഒന്ന് ജഹന്നമിലേക്കൊന്ന് വിടും, ഒന്ന് തട്ടി വീട് റെഡിയാക്കി സ്വർഗത്തിലേക്ക് കയറ്റി വിടും. മാവുൽ ഹയാത്തിൽ മുക്കിയതിന് ശേഷം മാവുൽ ഹയാത്ത് എന്നറിയപ്പെടുന്ന ഒരു വെള്ളമുണ്ട്. അതിൽ മുക്കി നരകത്തിൽ വീടുകളുടെ കരിച്ചിലും പൊരിച്ചിലും അതിന്റെ ഒരു പിന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കി നേരെ സ്വർഗത്തിലേക്ക് കയറ്റി വിടും. സ്വർഗത്തിൽ കയറി പിന്നെ എങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല, എങ്ങോട്ടും പോകത്തുമില്ല. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർഗം ആഗ്രഹിച്ച് അമല് ചെയ്യുന്നത് ഒരു രണ്ടാം കിട പരിപാടിയാണ്. സ്വർഗം ആഗ്രഹിച്ചുള്ള അമൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമൽ നോർമലി സാധാരണ മനുഷ്യന്മാർക്കുള്ള പകരത്തിന് പകരം പരിപാടിയാണ്. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും ആരിഫാത്തുകളും സ്വാലിഹാത്തുകളും ഒക്കെ അങ്ങനെ അല്ല അമൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് സ്വർഗം ഒരു പ്രശ്നമല്ലായിരുന്നു. അവരൊക്കെ ദുആ ചെയ്യുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്: അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ അമൽ ചെയ്യുന്നതെങ്കിൽ എന്നെ നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കല്ലേ തമ്പുരാനേ. ഞാൻ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അമൽ ചെയ്യുന്നതെങ്കിൽ നിന്റെ നരകത്തിലിട്ട് എന്നെ നീ കരിച്ചു കളയണേ തമ്പുരാനേ. പിന്നെ ഞാൻ എന്തിനാണ് അമൽ ചെയ്യുന്നത്? നിന്നെ കാണുവാൻ വേണ്ടിയാണ്. എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചത് മഹാനായ ഇബ്രാഹിം നദിമിനെ പോലുള്ള സൂഫിയാക്കളും മൗലിയാക്കളും ആത്മീയ ലോകത്തെ പണ്ഡിതന്മാരും പറഞ്ഞത്, ഞാൻ എന്റെ കുടുംബത്തെ വിട്ടത്, നാടിനെ വിട്ടത്, അധികാരം വിട്ടത്, ഭൗതിക സൗകര്യങ്ങളെല്ലാം വിട്ടത് നിന്നെ കാണാൻ വേണ്ടിയാണ്. സ്വർഗത്തിന് വേണ്ടിയുള്ള അമലല്ല ഞാൻ ചെയ്തത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അമലുമല്ല ഞാൻ ചെയ്തത്. എനിക്ക് എന്റെ ലക്ഷ്യം എന്റെ പ്രാണേനെ, എന്റെ സ്നേഹത്തിന്റെ, എന്റെ എല്ലാമായ എന്റെ റബ്ബിനെ എനിക്ക് കാണണം. അങ്ങനെ റബ്ബിനെ കാണണം എന്ത് വേണം? അത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. അങ്ങനെയുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് പടിയുണ്ട്, കാറ്റഗറി ഉണ്ട്. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. കേവലം വിശ്വസിച്ച് അമൽ ചെയ്തൊരു നോർമൽ മുസ്ലിമായി ജീവിച്ചു മരിക്കണോ? അങ്ങനെയും ആകാം. സ്വർഗത്തിനെ കൊതിച്ചുകൊണ്ട് അമൽ ചെയ്യണോ? അങ്ങനെയും ആകാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമൽ ചെയ്യണോ? അങ്ങനെയും ആകാം. എല്ലാം ഇതൊന്നുമല്ല. കുറച്ചുകൂടി ടോപ്പായിട്ടാണ് എന്റെ ചിന്ത. ഇതൊന്നുമല്ല എന്റെ ലക്ഷ്യം. എന്നെ പടച്ചെന്റെ റബ്ബിനെ, ലോകത്തെ പടച്ചെന്റെ തമ്പുരാനെ, ആ സൗന്ദര്യത്തെ പടച്ച സൗന്ദര്യത്തിന്റെ ഉടമസ്ഥനെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. ഏറ്റവും വലിയ സുഖം എന്താണ് ലോകത്ത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ രസം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ കാണലാണ്. നമ്മൾ കണ്ടു കാണിച്ചുള്ള, അനുഭവിച്ചിട്ടുള്ള, നമ്മുടെ സങ്കല്പത്തിലുള്ള സുഖങ്ങളൊന്നും സുഖമല്ല. നമ്മളുടെ ഈ ഭൗതിക ലോകത്തോ ഇനി പരലോകത്ത് ചെന്നിട്ട് പോലും നമ്മുടെ മുന്നിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ പരകോടികൾ നിറച്ചു വെച്ചിരിക്കുന്ന മനസ്സുകൾ ആഗ്രഹിക്കുന്നതെന്തോ എല്ലാം തൊട്ടു മുമ്പിൽ വരുന്ന, കണ്ണിന് കുളിർമയാകുന്ന അത്ഭുതങ്ങളുടെ, സുഖസൗകര്യങ്ങളുടെ സ്വർഗീയ പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞു. അത്
അതൊന്നും ഒരു സുഖമല്ലെന്നാണ്. അതിനും അപ്പുറം ചോദിക്കും, അതിനും അപ്പുറം ചോദിക്കും. പിന്നെ പിന്നെ അല്ലാഹ് ആ ഒരു സിയാറത്തിനെ ചോദിക്കും. എന്താണ്? എനിക്ക് നിന്നെ കാണണം അല്ലാഹുവേ, നിന്നെ കാണണം, അതാണ് എന്റെ ലക്ഷ്യം. അതിനെന്താ പറയുന്നത്? തൊട്ടടുത്തായത്തിൽ അല്ലാഹു പറയുകയാണ്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തന്റെ നാഥനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ. സൂറത്തുൽ കഹ്ഫ് അവസാനിക്കാൻ പോവുകയാണ്. അതിജീവനത്തിന്റെ പ്രകാശനാളമാകുന്ന സൂറത്തുൽ കഹ്ഫ്, ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞു തന്ന സൂറത്തുൽ കഹ്ഫ്, എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളെ കൊണ്ട് പാരായണം ചെയ്യുന്ന ആത്മീയതയുടെ ലോകത്തെ പരിചയപ്പെടുത്തിയ സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുമ്പോ അല്ലാഹുവിന്റെ ലിഖാഇനെ പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹുവിനെ കാണുന്നതിന്റെ പ്രാധാന്യത്തെയും ആവശ്യകതയും അതിന്റെ അനിവാര്യതയും അതിന്റെ സാധ്യതയും പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരെങ്കിലും തന്റെ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സൽകർമ്മങ്ങളെ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിനോട്, തന്റെ റബ്ബിന്റെ ഇബാദത്തിനോട് ഒരാളെയും പങ്കു ചേർത്ത് വെക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ വജ്ഹിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന, ഇഖ്ലാസിന്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥതയുടെ നിഷ്കളങ്കതയുടെ കലർപ്പില്ലാത്ത ഇബാദത്തിന്റെ ആത്മാർത്ഥതയുടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോയെങ്കിലേ മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ കാണാൻ പറ്റുകയുള്ളൂ. ഇഖ്ലാസിനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക, ലിഖാഇനെ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പര്യവസാനം കുറിക്കുക. അതിനെക്കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്താണ് ഇഖ്ലാസ്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബൈനമാ അന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഇത് റൈഖലി വലിഹി അംറൻ സാനൻ, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടു. ഫഖുൽതു ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, എന്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മല്ലദീ റഅ ബി വജ്ഹിക, എന്താണ് അങ്ങയുടെ മുഖത്തിന് അസ്വസ്ഥത പ്രകടമാകുന്നത് എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, അംറൻ നതഖബ്ബഹു അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേൽ വരാനിരിക്കുന്ന ഒരു ഗൗരവകരമായ കാര്യത്തെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞപ്പോ അശ്ശിർകു വശഹവതൻ ഖഫിയ്യ, എന്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന ശിർക്കിനെ സംബന്ധിച്ചും ലഘുവായ ശഹവത്തിനെ സംബന്ധിച്ചുമാണ് ഞാൻ പേടിക്കുന്നത്. ഖുൽതു, ഞാൻ ചോദിച്ചു, വതുശ്രികു ഉമ്മതുക മിൻ ബഅദിക, അങ്ങക്ക് ശേഷം അങ്ങയുടെ ഉമ്മത്ത് ശിർക്കിലായി പോകുമോ നബിയേ? ഖാല യാ ശദ്ദാദ് ഇന്നഹും ലാ യഅബദൂന ശംസൻ വലാ വസനം വലാ ഹജറാ, എന്റെ സമുദായം ഒരിക്കലും സൂര്യനെ ആരാധിക്കില്ല, അവരൊരിക്കലും വിഗ്രഹാരാധകരായിട്ട് മാറില്ല, കല്ലിനെയും ആരാധിക്കില്ല അവർ. വലാകിൻ യുറാഊന الناس ബിഅഅമാലിഹിം, വലാകിൻ യുറാഊന الناس ബിഅഅമാലിഹിം, അവർ ചെയ്യുന്ന അമലുകളെ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം അവർക്കുണ്ടാകും. ഇതിനെ പറ്റിയാണ് ഞാൻ ശിർക്ക് എന്ന് പറഞ്ഞത്. ഈ ശിർക്കിന്റെ പേരാണ് അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. അല്ലാതെ ഈ മുസ്ലിമീങ്ങളെല്ലാം കൂടി വിഗ്രഹത്തെ പോയി ആരാധിക്കുമെന്നോ സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കുമെന്നോ എനിക്ക് പേടിയില്ല. എന്റെ പേടി എന്താണ്? ചെയ്യുന്ന അമലുകൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നത് ശിർക്കാണോ? ഖാല നഅം, അതെ. ഖുൽതു ഫമ ശഹവത്തുൽ ഖഫിയ്യ, എന്താണ് ഈ ചെറിയ ശഹവത്ത് എന്ന് ഞാൻ ചോദിച്ചപ്പോ
قال يصبح أحدكم صائما فتعرض له شهوة من شهوات الدنيا فيفطر. നിങ്ങളിൽ ഒരാൾ നേരം എടുത്ത് നോക്കുമ്പോൾ നോമ്പുകാരനായിരിക്കും. അപ്പൊ അവന്റെ മുമ്പ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നുവിടും. അപ്പൊ ആഗ്രഹത്തെ നിർവഹിക്കാൻ വേണ്ടി ആ നോമ്പിനെ അവൻ മുറിച്ചു കളയും. ഇതാണ് ശുഹ്വത്തുൽ ഖഫിയ. ഇതൊരു വിശദീകരണമാണ്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള വിശദീകരണങ്ങൾ ഇതിനെ കൊടുക്കുന്നുണ്ട്. അതായത് തന്റെ അമലുകൾ മറ്റുള്ളവർ കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, തന്റെ അമലുകളുടെ പേരിൽ മറ്റുള്ളവർ തന്നെ സ്തുതിക്കണമെന്നുള്ള മനസ്സിന്റെ ആഗ്രഹം, അങ്ങനെ പലതും പറയുന്നുണ്ട്. വേറൊരു അഭിപ്രായമുണ്ട്, ശഹ്വത്തുൽ ഖഫിയ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ഫിത്നയാണ് എന്നും അഭിപ്രായമാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളുടെ ഗൗരവങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ വലിയ തൗഫീഖ് തരട്ടെ. നമ്മളിവിടെ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ നമ്മളിവിടെ ശിർക്കുൽ അസ്ഗറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും, എന്താ വിചാരിക്കുന്നത്, അങ്ങനെ ആരാ ചെയ്യുക, നമ്മൾ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ആൾക്കാർക്ക് വേണ്ടി അമല് ചെയ്യുക എന്നൊരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ചെയ്യും. എന്റെ ബഹുമാനപ്പെട്ട കുട്ടികളെ സത്യവിശ്വാസികളാണ്, നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെ അമല് ചെയ്യുന്നവരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ പോയി നിസ്കരിക്കുമ്പോൾ നമ്മളെ ഒരാൾ ശ്രദ്ധിക്കുന്നു എന്നാൽ നമ്മൾ നിസ്കാരത്തിൽ നന്നാക്കൂ. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ നമ്മൾ താടി വെച്ചാലും ഒപ്പി വെച്ചാലും ഏത് രീതിയെ അമല് ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിൽ എന്റെ ഭാര്യ കാണട്ടെന്നോ, മോൻ കാണട്ടെന്നോ, മോള് കാണട്ടെന്നോ, വിദ്യാർത്ഥി കാണട്ടെന്നോ, അധ്യാപകൻ കാണട്ടെന്നോ, ആരെങ്കിലും കാണട്ടെന്ന മനസ്സിലൊരു സ്തുതി അല്ലെങ്കിൽ ഒരു സന്തോഷം ഒന്നും വേണ്ട. നമ്മളിപ്പോ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടി ദുആസ്കരിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത വരാത്തവർ വളരെ കുറവാണ്. നിങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ കാര്യം അങ്ങനെയാണ്, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല. നോർമലി എല്ലാവർക്കും ഈ പ്രശ്നമാണ്. നല്ലതുപോലെ മനസ്സിന് തർബീയത്ത് കൊടുത്തിട്ട് അകത്ത് നല്ല പരിശ്രമം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകളുടെ കാര്യം പ്രശ്നമാണ്. നമ്മളൊരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ കാര്യം ചെയ്യുമ്പോൾ എന്തൊരു വിചാരിക്കും, ഇതിന്റെ പേരാണ്. നമ്മൾ മേളിലോട്ട് നോക്കിയല്ല ചെയ്യണമെന്നും. നമ്മൾ ശരീരത്തിന്റെ അത്ര ദൂഷ്യം എന്തിന് എങ്കിൽ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാണ്. നമ്മൾ അത്ര ദൂഷ്യം എന്തിനാ മജ്ലിസിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും വാങ്ങണം, നിസ്കാരത്തിന്റെ അടുത്തേക്ക് വാങ്ങണം. അത് അത്ര അത് ഇന്ന അത്ര എന്തിനാണ് അത്ര അയച്ചത്? അവൻ നോക്കിയിട്ട് അത് അത്ര വായിക്കണം. ഇത് ആദ്യക്കാതിരീര് അത്രയാണെന്ന് പറയുമ്പോൾ ആളാണ്. സൂപ്പർ. തലയെ കിട്ടി നമ്മൾ വളരെ മഞ്ചാക്കി സെറ്റാക്കി കണ്ണാടി വെക്കും. എന്തിന്? മറ്റുള്ളവർ കാണുമ്പോൾ സുഖമുണ്ടാവണോ? സംസാരിക്കുമ്പോൾ സംസാരത്തിൽ പ്രാസം ഒപ്പിക്കുന്ന, ഇതിനകത്ത് സൗന്ദര്യം ഒപ്പിക്കുന്ന, ഇതിനകത്ത് പാട്ട് പാടണം, ഇതിനകത്ത് വിഷയങ്ങൾ കുത്തിക്കയറ്റണം. എന്തിന്? കേൾക്കണമെന്ന് രസം ഉണ്ടാവണം. അല്ലി ആണ്. ഇതിന്റെ പേരാണ് റിയാദ്, ഇതിന്റെ പേരാണ് ഇഖ്ലാസില്ലായ്മ. ഇതിൽ നിന്ന് ഞാൻ സുരക്ഷിതനല്ല, അല്ലാഹു എനിക്ക് പുറത്തരട്ടെ. നിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം അല്ലാഹു സുരക്ഷിതരാക്കട്ടെ. ഇഖ്ലാസിനെ സംബന്ധിച്ച് മഹാനായ സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളുടെ കിതാബിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് അതൊന്ന് സൂചിപ്പിക്കാം. ഇവിടെ മഹാനായ സയ്യിദി മഖ്ദൂം തങ്ങൾ അതിന്റെ ആദ്യം തന്നെ കൊടുത്ത ആയത്ത് ഞാനിപ്പോ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് അവസാനം മുതൽ ഫമൻ കാന യർജു ലിഖാ റബ്ബി എന്നാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നാല് അടിമകളോട് ഈ റിയാദ് ചെയ്യുന്നവരോട് പറയും അത്രേ, ഇദാ ജസല്ലാഹു നാസ ഖൈറൻ ബി അഅമാലിഹിം, ജനങ്ങളെ അവർക്ക് അമലുകൾക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പറയും, ഇദ്ഹബു, നിങ്ങൾ പോയിക്കോളി, ഇലല്ലദീന കുൻതും തുറാഖൂന ഫി ദുനിയ, നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്? നീ എന്തിനാണ് ഹാഫിളായത്? നീ എന്തിനാണ് ആലിമായത്? നല്ലതുപോലെ ഹാലിമോ ഹാഫിളോ ആകാൻ വേണ്ടി എന്റെ മുന്നിൽ നിൽക്കുന്ന മുത്തല്ലിങ്ങളെ മനസ്സിന്റെ നിയത്ത് ശരിയാക്കി വെക്കി. താലിമിൽ ഇർഷാദ് ഇബാദിൽ അങ്ങനെയുള്ള ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങളിൽ നമ്മളോട് അടിവരയിട്ട് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ ഇറങ്ങിയത്? രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളെ എന്തിനാണ് നിങ്ങൾ പഠിപ്പിക്കാനാക്കിയത്? ഒരു മകന്റെ കുറവ് സഹിച്ചുകൊണ്ട്, ആ ഒരു വിടവിനെ സഹിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ വീട്ടിൽ വിഷമങ്ങളും വീർപ്പുകളും അടക്കി പിടിച്ച് കാത്തിരുന്നത്? അത് നിയ്യത്തിന് പ്രശ്നമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഇമാം ബുഖാരി തങ്ങളുടെ ഒന്നാമത്തെ ലോകത്ത്
നോക്കാൻ കഴിഞ്ഞ ഏറ്റവും സമഗ്രമായ ഗ്രന്ഥമാകുന്ന സഹീഹ് ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് അതാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. തീർച്ചയായിട്ടും ഏത് അമലുകളും നിയ്യത്ത് നോക്കിയിട്ടാണ്. മനസ്സിൽ ആ ഹദീസ് പോകുന്നു, മനസ്സിൽ എന്ത് വരുന്നോ അതാണ്, അതല്ലാത്തതൊന്നുമല്ല. ഞാൻ വലിയ പ്രസംഗകരാകണം, നല്ല കാരിയാകണം. അവിടെ നാളെ പരലോകത്ത് 3 പേരെ കൊണ്ടുവരും, ഒരു കാരിയെ, ഒരു ധർമ്മിഷ്ഠനെ, ഒരു യോദ്ധാവിനെ. ഈ വിഷയം, ഈ പാഠത്തിലും ആ വിഷയം പറയുന്നുണ്ട്. എന്തിനാണ് ചെയ്തത് പറയും, എനിക്ക് നിന്റെ നീ മുമ്പ് നിസ്കാരത്തിൽ നിന്ന് ഓതുമ്പോ നിന്റെ ഓതലിന്റെ ഇഖ്ഫാവും ഓർമ്മയും ഒക്കെ നീ മഞ്ചാക്കിയത് നിന്റെ കേട്ടു നിൽക്കുന്ന ശ്രോതാവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അതിന്റെ കൂലിയെല്ലാം അവരെടുത്ത് ചെന്ന് വാങ്ങിക്കുക. നമ്മുടെയൊക്കെ ഇപ്പൊ പള്ളികളിലും മജ്‌ലിസുകളിലും പിരിവടക്കുന്നുണ്ടല്ലോ, വല്ലാണ്ട് പിരിവടക്കുന്നുണ്ടല്ലോ. അവിടെ ലിസ്റ്റ് വായിച്ചില്ലെങ്കിൽ പ്രശ്നം. ഇതിന്റെ പേരാണ് ദിയ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ ഇത്ര പറയും, ഒരാൾ ഇത്ര പറയും, ഇത്ര പറയും, മജ്‌ലിസിൽ പറയണം, എല്ലാവരും പറയണം. ഇത് കേട്ടെങ്കിലേ പറ്റൂ. പണ്ട് ഹദീസ് തന്നെ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ തോന്നുന്നു, ഒരു സദഖ ഒരാൾക്ക് കൊടുത്തു വിട്ട അയാളുടെ കൂടെ ഒരാളുടെ വീട് എന്തെന്നറിയാമോ, ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി. സദഖയ്ക്ക് ദുആ വേണ്ട, സദഖ കൊടുക്കുമ്പോഴേ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്തായി. ദുആ വേണ്ട. ഇന്നാണെങ്കിലും നമുക്ക് എല്ലാം മജ്‌ലിസിൽ പറഞ്ഞെങ്കിലേ പറ്റും, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലാഹു അതാ ഞാൻ പറഞ്ഞത്, ഈ റിയാ എന്ന പ്രശ്നം നമ്മൾക്കിടയിൽ വല്ലാണ്ട് കിടപ്പുണ്ട്. അത് നമ്മൾ നന്നായിട്ട് അതിനെ പരിഷ്കരിച്ച് സംസ്കരിച്ചെടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ ആഖിറത്തിൽ നഷ്ടവാളികളായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തബറാനി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന അദ്നദിയായി ശിർകുൻ വഹബ്ബുൽ അബീദി ഇലല്ലാഹി അത്ഖിയാഉൽ അഖ്ഫിയാ. റിയായിൽ ഏറ്റവും കുറഞ്ഞത് ശിർക്കാണ്. ശിർക്ക് അതുപോലെ വരുന്നത് ചെറിയ ശിർക്ക് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാരാണ്? അഖ്ഫിയാഉൽ അത്ഖിയാ. എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അമൽ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെങ്കിലും ആരും അറിയാത്ത എന്തെങ്കിലും അമലുകളുണ്ടോ? ആരും അറിയാതെ രാത്രി ഉണ്ടെങ്കിൽ നിസ്കരിച്ചാൽ, ആരും അറിയാതെ സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ട്, ആരും അറിയാത്ത രഹസ്യം താനും റബ്ബുമായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോലെ അമലമല്ല. അതാണ് മഹാനായ സുഫിയാൻ സൗദി റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നത്. ഒരാൾ സുഫിയാൻ സൗദി റളിയല്ലാഹു അൻഹുവിന് ഒരു അതിഥി സൽക്കാരം നടത്തി. അപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, സാധാരണ നമ്മളുടെ പറയുന്ന ഒരു ഉദാഹരണത്തിന് എന്താ പറയുക, സൽക്കാരം നടത്തിയപ്പോ ഞാൻ ഒന്നാമത്തെ ഹജ്ജിന് രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്ന പാത്രം എടുത്തോണ്ട് പോവാം, ഒന്നാമത്തതല്ലേ എന്ന് പറയാം. ഇതാണ് ആര് കേട്ടോണ്ടിരിക്കുന്നു? മഹാനായ സുഫിയാൻ സൗദി കേട്ടോണ്ടിരിക്കുന്നു. അപ്പോഴാണ് മഹാനായ സുഫിയാൻ സൗദി പറയുന്നത്, ഇയാളെ 2 ഹജ്ജും ഗിരിവാതിലാക്കി. ലക്ഷങ്ങൾ ചെലവഴിച്ചു പോയ ഹജ്ജ് വർഷങ്ങൾക്ക് ശേഷം ഈ വാക്ക് കൊണ്ട് മൊത്തം പാത്തിലാക്കി. ചിന്തിക്കണം, ചെറിയ കേസല്ല. ഞാൻ അന്ന് ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്ന പാത്രം എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞപ്പോ അവിടെ എടുത്തു പറയാണ്, രണ്ടാമത്തെ ഹജ്ജല്ല, ആദ്യം പോയില്ലേ അപ്പോൾ കൊണ്ടുവന്ന പാത്രം എടുത്തോണ്ട് പോവാം. എന്തായിരുന്നു എന്റെ മനസ്സിൽ? 2 ഹജ്ജ് ഞാൻ ചെയ്തു എന്ന് ശ്രോതാവിനെ കേട്ടിരിക്കുന്നത് അറിയിക്കണം. അപ്പൊ മഹാനോട് എന്താ പറഞ്ഞത്? അഫ്സദ ബിഹാദാ ഹജ്ജത്തെ, ഈ വർത്താനം കൊണ്ട് 2 ഹജ്ജ് പാത്തിലാക്കി കളഞ്ഞു. അല്ലാഹു മനസ്സിലാക്കി. മഹാനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയേണ്ട ഇതാണ്, ശിർക്ക് അല്ല, ഈ ചെറിയ ശിർക്ക് റിയാ എന്ന് പറയുന്നത് എറുമ്പിന്റെ കാല് കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഖഫിയായതാണ്, അതീതമാണ്. ഇത് എല്ലാവരുടെ ഹൃദയത്തിലും കയറി വരും. ഇതിനെ പൊറുപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാകാതിരിക്കാൻ ഒരു ദുആയുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഇർഷാദ് പറഞ്ഞ ദുആ എന്താണ്? വലുതും ചെറുതുമായ ഒരു ശിർക്ക് നിനക്ക് വരാതിരിക്കാൻ, ജിയാദ് വരാതിരിക്കാൻ, വലിയ ശിർക്ക് പോലും വരാതിരിക്കാൻ ഒരു ദുആ മഹാനുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ നുശ്രിക ബിക വലാ അഅലമു വഅസ്തഗ്ഫിറു ലിമാ ലാ അഅലമു. ഈ ഒരു ദുആ ചൊല്ലിയാൽ തഖുലുഹ 3 മറാത്തിൻ, എന്താണ്? 3 പ്രാവശ്യം ഈ ദുആ ചൊല്ലി കഴിഞ്ഞാൽ യാഖിയാ വരൂല എന്നാണ്. അത് ഇൻഷാഅല്ലാഹ് നോട്ട് ചെയ്തോളി, പഠിച്ചിട്ടുള്ളവരുടെ. ചില ഇമാമുകളോട് ചോദിക്കപ്പെട്ടു, ആരാണ് മുഖ്ലിസ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ആരാണ്? ഫഖാല അല്ലദീ യക്തുബു ഹസനാതിഹി കമാ യക്തുബു സയ്യാഅതി. നമ്മൾ ചെയ്യുന്ന തിന്മകളെ ആരും അറിയില്ല എന്ന് ആഗ്രഹിക്കും പോലെ
നമ്മൾ ചെയ്ത നന്മകളും ആരും അറിയില്ല എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് മുഖ്ലിസ്. മറ്റുള്ള ചോദിക്കുമ്പോൾ ഇമാമിനോട് ചോദിച്ചു, എന്താ ഇഖ്ലാസിന്റെ ആകെ സാധ്യം, അതിന്റെ പാരമ്യം എന്ന് പറയുന്നത് എന്താ? പറഞ്ഞു, ഖാല അല്ലാ തുഹിബ്ബ മുഹമ്മദന്നാസ്, ജനങ്ങളുടെ സ്തുതി ഇഷ്ടപ്പെടാതിരിക്കുക. എല്ലാവരും ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന അമല് കൊണ്ട് മനുഷ്യരുടെ ഇഷ്ടം, മനുഷ്യരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ സ്തുതി അത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇഖ്ലാസിൽ സമ്പൂർണ്ണനാകുന്നത്. ഒരു സംഭവം കൂടിയുണ്ട്. ഞാൻ ഇത് പുസ്തകത്തിനടുത്ത് എന്തോ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ആ വിഷയം പറയണമെന്നറിയാം. അതായത് ഷറഫുദ്ദീൻ യൂസുഫ് എന്നുള്ളവർ മുഖ്തസറുൽ അഹ്യാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഒരാള് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടെ അമൽ ചെയ്താൽ നീ അയാള് പിന്നെ അങ്ങനെ നിയത്ത് വെച്ചില്ലെങ്കിൽ പോലും അയാൾ ചെയ്തെല്ലാം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമാണെങ്കിൽ അതിന്റെ ബർക്കത്ത് അയാളിലും ഉണ്ടാകും, അയാളെ സന്താന പരമ്പരയിലും ഉണ്ടാകും. അതിനൊരു സംഭവം പറഞ്ഞു, എന്തറിയാമോ? ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ഭൂമിയിലുള്ള മൃഗങ്ങൾക്ക് ആദം നബിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. അപ്പോ മാൻപേടകളുടെ ഒരു കൂട്ടം മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ആദം നബി അലൈഹിസ്സലാം ആ മാൻപാടുകൾക്ക് വേണ്ടി ദുആ ചെയ്തു. അതിന്റെ മുതുകത്തിൽ ഇങ്ങനെ തടകി. അങ്ങനെ തടകിയപ്പോ പിന്നെ അന്ന് മുതൽ ആ മാനിൽ കസ്തൂരി എന്നൊരു സുഗന്ധം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് കസ്തൂരി മാൻ ഉണ്ടാകുന്നത്. ഇന്നും നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ സുഗന്ധമാകുന്ന കസ്തൂരി എടുക്കുന്ന മാനിൽ നിന്നാണ്. അതിന് തടകല കാരണം. അപ്പൊ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ കാണാം, ഇവര് പോയപ്പോ ഇവരൊക്കെ വേണ്ടി ദുആ ചെയ്ത് തടകയും ചെയ്ത് എന്തുണ്ടായി? കസ്തൂരി ഉണ്ടായി. അപ്പൊ ചോദിച്ചു, ഇതെവിടെ നിന്ന് നിങ്ങൾ കിട്ടി? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ആദം നബി അലൈഹിസ്സലാം സന്ദർശിച്ചു, ആദം നബി അലൈഹിസ്സലാം നമുക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മുടെ മുറിവിൽ തടകിയപ്പോൾ ഇതുണ്ടായി. അങ്ങനെ എല്ലാവർക്കും കൂടെ ചെന്ന് ആദം നബിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനും ആദം നബിയെ കൊണ്ട് തടയിക്കാനും. ആദം നബി ദുആ ചെയ്തു, ആദം നബി തടയി, പക്ഷെ കസ്തൂരി ഉണ്ടായില്ല. എന്താ കാര്യം? ഈ രണ്ടാമത് പോവലിൽ എന്തായിരുന്നു ലക്ഷ്യം? കസ്തൂരി ഉണ്ടാകണം, മണം ഉണ്ടാവണം. ആദ്യം പോയത് ആദം നബിയിൽ പോയി കാണാൻ ദുആ ചെയ്യിപ്പിക്കാൻ എന്ന് പറഞ്ഞു പോയി. നമ്മൾ ഷായിഖിന്റെ അടുത്ത് പോകുമ്പോൾ, വലിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നത്? അതാണ് കിട്ടണം, അതാണ് കിട്ടണം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞപ്പോ പറഞ്ഞു, അടുത്ത ടീം പോയി, പക്ഷെ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ പോയതുപോലെ നമ്മളും പോയി, നിങ്ങൾ ചെയ്തത് നമുക്കും ചെയ്തു, പക്ഷെ ഒന്നും ഉണ്ടായില്ലല്ലോ. ആദ്യം പോയിട്ട് കിട്ടി, ആ കിട്ടലിന് വേണ്ടിയാണ് നിങ്ങൾ പോയത്, ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾ പോയത്. അതാണ് നമ്മുടെ പോയിന്റ്. അത് അവർക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന പരമ്പരകളിൽ കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാവും. അപ്പൊ ഖിയാമത്ത് നാൾ വരെ വരുന്നവരിൽ എന്തുണ്ടാവും? ഈ കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥ നമ്മുടെ മക്കളിൽ, നമ്മുടെ വിദ്യാർത്ഥികളിൽ, നമ്മുടെ പരമ്പരകളിൽ, നമ്മുടെ ആക്ടിവിൽ, നമ്മുടെ സൽഫിൽ ഈ ഗുണം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണം നമ്മൾ ഉണ്ടാക്കി തരട്ടെ. ചെറിയ കാര്യമല്ല, ഒന്ന് ചിന്തിച്ചാൽ പഠിച്ചാൽ മനസ്സിലാവും. ഇഖ്ലാസ് എന്ന് പറയണമെങ്കിൽ ചെറിയ കാര്യം, അത് മനസ്സിൽ വരുന്നൊരു പ്രശ്നമാണ്. നമുക്ക് നാക്കുകൊണ്ടോ കൈകൊണ്ടോ ചെയ്യാമെന്നാലും മനസ്സിൽ വരുന്നൊരു പ്രശ്നമാണ്. ഇതൊക്കെ എങ്ങനെ റെഡിയാക്കി നല്ലതുപോലെ തർബിയത്ത് തസ്ബിയത്ത് കൊണ്ട് ആത്മാവിനെ സംസ്കരിച്ചു വെച്ചെങ്കിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും പടച്ചവന്റെ വജീഹിന് വേണ്ടി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക. വിൽമോടിക്കുന്നവരായാലും പ്രസംഗിക്കുന്നവരാണെങ്കിലും ഖുർആൻ ഓതുന്നവരാണെങ്കിലും ധർമ്മം ചെയ്യുന്നവരാണെങ്കിലും യുദ്ധം ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ പടച്ചവനെ കരുതി ആ ദ്വാരത്തോടെ പടച്ചവന്റെ വജീഹിനെ കരുതി ചെയ്താൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അല്ലാഹു പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധമായത് സ്വീകരിക്കും. ഇവർക്ക് വേണ്ടിയാണ് നാളെ അള്ളാഹു നിക്കാഹ് വെച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ കാണാൻ അള്ളാഹു പറഞ്ഞ ഒറ്റ കണ്ടീഷൻ എന്നറിയാമോ? ഇഖ്ലാസ്, ആത്മാർത്ഥത. അള്ളാഹിന്റെ വജഹിന് വേണ്ടി അമൽ ചെയ്തതൊക്കെ അള്ളാഹെ കാണാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യാൻ, അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യാൻ, ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ, അങ്ങനെ ഇഖ്ലാസോടെ ജീവിച്ച് ഇഖ്ലാസോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് അവർക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.